ഞാൻ നല്ല ശർക്കര ഒക്കെ വരിക്കൊണ്ട് അതെ ഇന്നില്ലേ ഇന്ന് നമുക്ക് വെറൈറ്റി ട്രൈ ചെയ്യാട്ടോ. വെറൈറ്റി നിന്റെ വക ചിലവൊന്ന് ഞങ്ങൾക്ക്. നമസ്കാരം, എല്ലാവർക്കും മാജിക് വിത്ത് ശ്രീയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പള്ളിയിലെ പെരുന്നാളിൻ്റെ വ്ളോഗാണ് കേട്ടോ. പള്ളി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയാണ് കേട്ടോ, കോട്ടപ്പടി പള്ളി എന്ന് പറയും. ഇവിടെ 4 ദിവസമായിരുന്നു കേട്ടോ പ്രോഗ്രാംസും അതുപോലെ പെരുന്നാളും കൂടിയിട്ട്. അപ്പോൾ 1-ാം തീയതി തൊട്ട് തുടങ്ങിയതാണ്. 1-ാം തീയതി നമ്മൾ പോയില്ല കേട്ടോ. ഇപ്പോൾ 2-ാം തീയതിയിലത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് മെയിൻ ദിവസമാണ് കേട്ടോ, അതായത് ഡേ 2 ആണെന്ന്. 1-ാം തീയതി തൊട്ട് തുടങ്ങിയിട്ട് 4-ാം തീയതി വരെയാണ് കേട്ടോ പെരുന്നാളുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ കോട്ടപ്പടി അങ്ങാടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങാടി തൊട്ട് കോട്ടപ്പടി പള്ളി വരെ ഇങ്ങനെ നിറച്ച് ആരവെന്നല്ലല്ലോ പറയുക, തോരണങ്ങൾ, തോരണങ്ങളും പിന്നെ തോരണം തന്നെയാണ് പറയാ തോന്നുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കണില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എന്തായിക്കോട്ടെ. പിന്നെ ലൈറ്റുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ രാത്രി സമയത്ത് കാണാനായിട്ട്. എല്ലാ വീട്ടിലും ഇതുപോലെ ഫുള്ള് പെയിൻ്റ് അടിക്കലും അതുപോലെ തന്നെ എല്ലാ വർഷവും ഇതുപോലെ ലൈറ്റ് ഇടും കേട്ടോ. ഇതിപ്പോൾ ഓരോ വീടുകളിൽ നിന്ന് ഇങ്ങനെ അമ്പ് കൊണ്ടുപോവാ, അമ്പ് കയറ്റുക എന്നൊക്കെ പറയും കേട്ടോ. എനിക്ക് അത് കാര്യമായിട്ട് എന്താന്ന് സംഭവം അറിയില്ല കേട്ടോ കറക്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ. പള്ളി മെയിൻ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്. വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇനിയിപ്പോൾ അറിയാതെ കയറണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ ഫ്രണ്ടിലത്തെ ഗേറ്റ് അടച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ വെളിയിൽ നിന്നിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. വെടിക്കെട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഷ്ടിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ആഴികൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നല്ല ആസ്വദിച്ച് കണ്ടു, പിന്നെയൊക്കെ ഒരുപാട് ലോങ്ങിലേക്ക് നീങ്ങി നിന്നിട്ട് കണ്ടു കേട്ടോ. അങ്ങനെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മെയിനായിട്ടുള്ള എൻട്രൻസ്, ഇതാണ് കേട്ടോ കോട്ടപ്പടി പള്ളിയുടെ മെയിനായിട്ടുള്ള എൻട്രൻസ് ഇതാണെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. എനിക്ക് ശരിയാണോന്നും അറിയില്ല. അങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിലും ഇതുപോലെ ഇങ്ങനെ അമ്പ് കൊണ്ടുപോകണമെന്ന് എൻ്റെ ഒരു കേട്ടോ. കറക്റ്റായിട്ട് എനിക്കറിയില്ല. പള്ളിയിൽ നിന്ന് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അവിടെ തന്നെ വരും. അങ്ങനെ മേളക്കാരൊക്കെ ഉണ്ടായിരിക്കും, 2 പേര് കൊട്ടാനും അതുപോലെ തന്നെ പട്ടുകൊട പിടിക്കാനും. പിന്നെ ഒരു ഫാമിലിയിൽ എത്രയാണോ ആൾക്കാരുള്ളത് അവരും ഉണ്ടായിരിക്കും കേട്ടോ അതിനായിട്ട്. ഇനി പ്രാർത്ഥിക്കാനായിട്ടൊന്ന് പള്ളിയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ പള്ളിയുടെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നില്ല. പക്ഷെ നേരെ ഫ്രണ്ടിലുള്ളൊരു ചേച്ചി ഇരുന്നിട്ട് കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് തന്നെ വീഡിയോ, കാരണം പള്ളി എന്നൊക്കെ പറയുന്നത് പ്രാർത്ഥിക്കാനുള്ളൊരു സ്ഥലമല്ല. അതിപ്പോൾ നമ്മൾ അമ്പലത്തിലായാൽ പോലും അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ വീഡിയോ എടുക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു വീഡിയോ എടുത്തു, എന്നിട്ട് വേഗം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക ചെയ്തത് കേട്ടോ. അങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ കയറുമ്പോഴേ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അവിടേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് നേരെ വന്നത് പാനിപൂരി കഴിക്കാനാണ് കേട്ടോ. അങ്ങനെ പാനിപൂരി കഴിച്ചു, കൊള്ളായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. അതായത് നമ്മൾ നോർത്ത് ഇന്ത്യൻ കടകളിൽ നിന്ന്
കഴിക്കുന്ന അത്ര ടേസ്റ്റ് ഇല്ല, പക്ഷെ എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്തുള്ള കപ്പലണ്ടി ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. മസാല കപ്പലണ്ടി അതുപോലെ തന്നെ ഗ്രീൻ പീസ് വറുത്തത് അത് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം അവിടെ വെച്ചിട്ട് നമ്മൾ കഴിച്ചില്ല കേട്ടോ. സമയമുണ്ടല്ലോ, വീട്ടിൽ പോയിട്ടാലും തിന്നാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും കുറച്ച് സ്ഥലം വേണമല്ലോ ഇനി വയറിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടി വരട്ടെ, ഇനി നമുക്കപ്പോൾ കുറച്ച് നടന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പള്ളിയിൽ ചുറ്റും ഒരുപാട് ഇങ്ങനെ അറിയാലോ, പൂരപ്പറമ്പിലും പെരുന്നാളിൻ്റെ പറമ്പിലൊക്കെ കുട്ടി കുട്ടി ഇങ്ങനെ ഷോപ്പുകൾ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ രാത്രിയിൽ ആ ലൈറ്റിൽ കാണാനായിട്ട് ഭംഗിയല്ലേ. അപ്പോൾ അവിടെ നിന്നൊന്നും അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അല്ലേ ഇത് പള്ളിയുടെ പുറത്തുള്ള പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ പള്ളിയുടെ ചുറ്റും ഒന്ന് കറങ്ങി വന്നപ്പോഴേക്കും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയൊക്കെ വന്നപ്പോഴേക്കും വീണ്ടും വിശപ്പിൻ്റെ അസുഖം തുടങ്ങി. അപ്പോൾ നമ്മൾ പിന്നെ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ കോളിഫ്ലവർ വറുത്തതാണ് കേട്ടത്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് സുണ്ടലാണ് കേട്ടോ. സുണ്ടൽ എന്ന് തന്നെയാണ് തോന്നുന്നത്, ഇതിൻ്റെ പേര് പറയാം, കറക്റ്റാണെന്ന് എനിക്കറിയില്ല കേട്ടോ. വെള്ളക്കടല വേവിച്ചതും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ, സോസൊക്കെ ഒഴിച്ചിട്ട്. സത്യം പറയാണെന്നുവെച്ചെങ്കിൽ ഈ ഒരു നേരത്തെ കേട്ടില്ലേ മോളെ ഇതൊക്കെ നിർത്തി പോയേന്ന്, ഞാൻ ഞങ്ങളോട് പറയാന്നാണ് ആദ്യം വിചാരിച്ചത് കേട്ടാ. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് അവിടുത്തെ പാനിപൂരിയൊക്കെ വിൽക്കുന്ന ചേച്ചീനെ ചീത്ത പറഞ്ഞതാണ്, കോമ്പൗണ്ടിൽ അങ്ങനെ വിൽക്കാൻ പാടില്ല പറഞ്ഞിട്ട്. ഐസ്ക്രീം തിന്നില്ല എന്ന് വിചാരിച്ചു, പക്ഷെ ഇവരെല്ലാവരും തിന്നണ കണ്ടപ്പോൾ ഞാനും ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ നന്ദു നന്നിട്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം നടന്നിരുന്നു. അപ്പോൾ അവനെ ആ കൂട്ടത്തിൽ നിന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ ആ ദേഷ്യം തീർക്കാനാവാൻ പറഞ്ഞാൽ അവനൊരു കുലുക്കി സർബത്തും കൂടി വാങ്ങിച്ചു കൊടുത്താലേ അവൻ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവനൊരു കുലുക്കി സർബത്തൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ തിരിച്ചു വരുമ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. റോഡ് ഒന്നാമത് വീതി കുറവുള്ള റോഡാണ്. പിന്നെ ഓരോ വീടുകളിലും ഇതുപോലെ 50 തന്നെയാണ് തോന്നുന്നു കേട്ടോ കൊണ്ടുപോവുക. പിന്നെ ഓരോ വീടിൻ്റെ മുന്നിലും ഇതുപോലെ ബാൻഡ് സെറ്റ് 2 പാട്ടൊക്കെ പാടിയിട്ടാണ് മൂവ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നത്. ഇത് വേറെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ഓരോ ഏരിയയിൽ നിന്നുണ്ടാവും. അതുപോലെ അത് വന്നിട്ട് നൈറ്റ് പള്ളിയിൽ വെച്ചിട്ട് ഇങ്ങനെ കോമ്പറ്റീഷൻ പോലെയൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അത് ഒരുപാട് നേരം വൈകിട്ടൊക്കെയാണ് അങ്ങനെ ഉണ്ടാവാറ്. അപ്പോൾ പെരുന്നാൾ ഡേ 1ൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ എങ്ങനെയൊക്കെയാണെന്ന് കാണാം കേട്ടോ. അങ്ങനെ ഡേ 2 എത്തിയിട്ടുണ്ട് കേട്ടോ. ഡേ 2 എന്ന് പറയുമ്പോൾ ജനുവരി 3-ാം തീയതിയിലത്തെ വീഡിയോ കേട്ടോ. 3 ദിവസമായി തുടങ്ങിയിട്ട്, പക്ഷേ ആദ്യത്തെ ദിവസം ഞങ്ങൾ പോയില്ല കേട്ടോ. ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു, അതിന് ഞങ്ങൾ പോയില്ല കേട്ടോ. അപ്പോൾ അത് പള്ളിയിലേക്ക് പോവാനായിട്ട് റെഡി ആവാണ്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഫേസ് ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ. ഫേസ് തുടയ്ക്കേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ വന്നത്. നമ്മളൊരിക്കലും നമ്മുടെ തലമുടി തോർത്തുന്ന ടവൽ വെച്ചിട്ട്
മുഖം തുടയ്ക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പുരികത്തിൽ താരൻ പറ്റിയിരിക്കും. അപ്പോൾ പിന്നെ മുഖത്ത് പിമ്പിൾസ് വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ചെറിയൊരു ടവൽ നമ്മൾ മുഖം തുടയ്ക്കാനായിട്ട് മാത്രം മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ലിപ്സ്റ്റിക് ഇടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഒരു ഡൾനെസ്സും ചിലർക്ക് ഇങ്ങനെ ടയേർഡായിട്ടുണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് മറയ്ക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ലിപ്സ്റ്റിക് ഇടുന്നത്. അത് നമുക്ക് നമ്മുടെ ഫേസിനോട് ചേരുന്ന കളറുണ്ടല്ലോ, അത് ഇടുകയാണെന്നുവെച്ചെങ്കിൽ കൂടുതൽ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഒരുങ്ങിക്കെട്ടി വീണ്ടും ഇറങ്ങിയേക്കാണ് കേട്ടോ. കയ്യിലൊരു സഞ്ചിയൊക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം പേഴ്സ് ഇടണം, മൊബൈൽ ഇടണം, പിന്നെ തിന്നേണ്ടത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിലിടാലോ എന്ന് വിചാരിച്ചിട്ടൊരു സഞ്ചിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് തേർഡ് ഡേ ആണല്ലേ, തേർഡ് ഡേ അല്ലേ? തേർഡ് ഡേ നല്ല വെറൈറ്റി. ഫസ്റ്റ് ഡേ നമ്മൾ വന്നില്ലല്ലോ. അതെ, ഇന്നില്ലേ, ഇന്ന് നമുക്ക് വെറൈറ്റി ട്രൈ ചെയ്യാം കേട്ടോ. വെറൈറ്റി നിന്റെ വക ചിലവെന്ന് ഞങ്ങൾക്ക്. അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടില്ല, പള്ളിയിലേക്ക് കടക്കണേൻ്റെ വഴിയാണ് കേട്ടത്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റക്കായി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ശിങ്കാരിമേള നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്നലത്തേനെക്കാട്ടിയും തിരക്ക് കൂടുതലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്നാണ് ഒരുപാട് പ്രോഗ്രാംസ് വേറെ ഉള്ളത്. ശിങ്കാരിമേളം, അതുപോലെ തന്നെ വേറെ ബാൻഡ് സെറ്റ്, പിന്നെ തലയിലൊക്കെ ഒരു തൂവലൊക്കെ വെച്ചിട്ട് അതിനെന്താ പേര് എനിക്ക് പറയാന്നറിയില്ല കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കേട്ടോ ബാൻഡ് സെറ്റ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ചൊക്കെ നേരം ഒന്ന് നിന്നതിന് ശേഷം പിന്നെ കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറിയിട്ട്, പള്ളി കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറി. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സൗണ്ടും കൂടി ഒരുമിച്ചായിരുന്നു. അത് അപ്പുറത്ത് ചിങ്കാരിമേളം നടക്കണ്, ഇപ്പുറത്ത് ബാൻഡ് സെറ്റ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ എന്തൊക്കെയോ. അപ്പോൾ ആകെപ്പാടൊരു ലഹളമായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ വേഗം അകത്തേക്ക് കയറിയതാണ്. പിന്നെ പുറത്താണ് കൂടുതലും തിരക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയിട്ട് ഇന്നലെ തിന്നാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഒക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഇത് വായയിൽ നിന്ന് പുക വരുന്ന ഒരു സാധനമാണ് കേട്ടോ. ഈ സാധനം ഭയങ്കര തണുപ്പാണ് കേട്ടോ. വായയിലേക്ക് ഇടുമ്പോൾ തന്നെ ആ തണുപ്പ് കൊണ്ടാണ് ആ ഒരു പുക വരുന്നത്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അത്ര പ്രത്യേകിച്ചൊരു ടേസ്റ്റൊന്നുമില്ല. പക്ഷേ ഈ ഒരു സംഭവം അത്ര നല്ലതല്ല കേട്ടോ. എനിക്കറിയുണ്ടായിരുന്നില്ല. ഇത് കാണാനുള്ളൊരു കൗതുകം കാരണം വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നന്ദുവിന് ബൂസ്റ്റ് കുലുക്കി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ബൂസ്റ്റ് കുലുക്കി വാങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ മാറി മാറി പോവാണ് എൻ്റെ അടുത്തുനിന്ന്. പക്ഷെ മാറി മാറി പോയി കഴിഞ്ഞാൽ കൂട്ടം തെറ്റുണ്ടാന്ന് വെച്ചിട്ട് ഒപ്പം കൊണ്ടു നടക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കണ്ണോടിച്ച് നോക്കുകയാണ്. ഇന്നലെ കഴിക്കാത്തതായി എന്തുണ്ട് എന്ന് കേട്ടോ. പിന്നെ ബജ്ജിയൊക്കെ ഇന്നലെ കഴിച്ച കാരണം ഇന്ന് കഴിക്കാനായിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കണ്ടത് ഉപ്പിലിട്ടത് കേട്ടോ. അതായത് പൈനാപ്പിൾ ഉണ്ടായിരുന്നു, മാങ്ങ, നെല്ലിക്ക. അപ്പോൾ പൈനാപ്പിൾ ഉപ്പിലിട്ടത് പിന്നെ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാനാണ് പോയത് കേട്ടോ. എനിക്ക് പാനിപ്പൂരി കഴിക്കാൻ അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം ഇന്നലെ മോനത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പെട്ടു.
പിന്നെ അവനെ ആ സമയത്ത് കാണുകയും ചെയ്തില്ല ഞങ്ങൾ കഴിക്കണ നേരത്ത്. അപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. കൂട്ടത്തിൽ ഒരെണ്ണം ഞാനും കഴിച്ചു നോക്കിയിട്ടാണ്. പക്ഷേ അത് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ തലേദിവസം ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച് കഴിച്ചതായിരുന്നു പിന്നെയും കൊള്ളാവുന്ന പാനിപ്പൂരി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വെടിക്കെട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു. വെടിക്കെട്ടൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകാനായിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഡേ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് വന്നിട്ട് ജനുവരി 4-ാം തീയതിയിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ഡേ ആണ് കേട്ടോ പെരുന്നാളിൻ്റെ. 2 ദിവസമായിട്ട് വാരി വലിച്ചിട്ട് നടന്ന് തിന്ന കാരണം വയറിന് പണി കിട്ടിയിട്ടാ. അപ്പോൾ അതിനുള്ളൊരു ഹോം റെമഡി ചെയ്യാണ് കേട്ടോ. ഇത് കൂവപ്പൊടിയാണ്. കൂവപ്പൊടി വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് കുറുക്കിയെടുത്തതാണ് കേട്ടോ. ഇത് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വെച്ചെങ്കിൽ ഇത് മതിയാവും കേട്ടോ. അതുപോലെ തന്നെ ഇത് കൂവപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ വയറിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫേസിലായാലും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഫേസ് പാക്ക് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വയറിന് സുഖമില്ലാത്തതുകൊണ്ട് ഇന്നത്തെ കുളിയും അമ്പലത്തിൽ പോക്കൊക്കെ മുടങ്ങിയിട്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ കൂടെ നടന്ന ഒപ്പം തിന്ന ആൾക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പം ഞാൻ കൂവപ്പൊടി കുറുക്കിയതിൻ്റെ ബാക്കി അവൾക്ക് കൊടുത്തതാണ് കേട്ടോ. മധുരം ഇട്ടിട്ട് കുടിക്കാൻ പാടില്ല, നല്ലതാണെന്ന്. നീ കുടിച്ചോ? പകുതി ഞാൻ കുടിച്ചിട്ട്. ശർക്കര ഇട്ട് എനിക്ക് തിന്നാൻ പറ്റുമോ? പക്ഷെ എനിക്ക് ശർക്കര ഇട്ട് തിന്നാൻ ഇഷ്ടം. പക്ഷെ ഇതുപോലത്തെ സാഹചര്യത്തിൽ വേണ്ട നിനക്ക്. പകുതി കുടിച്ചോ? പകുതി നമുക്ക് രണ്ടാളും കൂടി പിന്നെയും കുടിക്കാം. അപ്പം 3-ാമത്തെ ദിവസം രാത്രി പിന്നെയും റെഡി ആവാണ് കേട്ടോ. ഇന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇന്ന് ഗാനമേള മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം പെരുന്നാളൊക്കെ അവസാനിച്ചു, പക്ഷേ ഗാനമേള ഉണ്ട് കേട്ടോ ഇന്ന് പള്ളിയിൽ. അപ്പം അത് കാണാനായിട്ട് റെഡി ആവാണ്. പക്ഷെ റെഡി ആവണേറ്റ് മുന്നേ കൊണ്ടുപോകണമെങ്കിൽ ഇന്നൊരു വാർണിംഗ് തന്നിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും വാങ്ങി തരൂല, ഞാനൊട്ട് വാങ്ങിച്ച് തിന്നാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പള്ളിയിൽ അപ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഊരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും വാങ്ങിച്ച് തിന്നില്ല എന്ന് ഉണ്ടെങ്കിലും കപ്പലണ്ടിക്കാരനെ കണ്ടപ്പോൾ എനിക്കൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു മോഹം ഉണ്ടായിരുന്നു കപ്പലണ്ടി വാങ്ങിച്ച് തിന്നണം എന്ന് കേട്ടോ. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗാനമേള ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് പ്രതാപൻ സാറാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ കൂടെ പുതുവർഷ ആശംസകളും ഇന്നലെ കഴിഞ്ഞ നമ്മളെ പെരുന്നാളിൻ്റെ ആശംസകളും നേരെയാണ്. ഒരു വർഷം നമ്മുടെ നിന്ന് പോയി. 2023 2024 സമാധി ആരംഭിച്ചു. ഈ 2024 വർഷം നമുക്ക് എല്ലാവർക്കും സമാധാനവും സന്മനസ്സും ഉണ്ടാകുന്ന കൊല്ലമായി മാറട്ടെ. എല്ലാ ദുഃഖങ്ങളും ഒരു പക്ഷേ മനസ്സിൽ സഹിച്ച് ജീവിക്കുന്നവരാണ് പലപ്പോഴും നമ്മളൊക്കെ. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ഒരു പകലിന് ഒരു ഇരുട്ടുണ്ട് എന്നതുപോലെ, ഒരു വെളിച്ചത്തിന് ഒരു ഇരുട്ടുണ്ട് എന്നതുപോലെ, ഒരു ഉദയത്തിന് ഒരു അസ്തമയമുണ്ട് എന്നതുപോലെ നമ്മളെല്ലാവരും ജീവിതത്തിൽ സുഖം ഉണ്ടാകുന്നു. അങ്ങനെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗാനമേള തുടങ്ങാനായിട്ട് നിൽക്കണ്ട. പക്ഷേ മഴ ചതിച്ചു എന്ന് പറയാം. മഴ കുറേശ്ശെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചുമ്മാ തലയിൽ മഞ്ഞ് കൊള്ളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു ദുപ്പട്ട കൈ പിടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതിപ്പോൾ എന്തായാലും ഉപകാരമായി. അങ്ങനെ ആ ഷോള് തലയിലിട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ കുറേയൊക്കെ മഴേനെ സഹിച്ചിരുന്നിട്ട് ഗാനമേള കേട്ടത്. 7 മണിക്ക് തുടങ്ങേണ്ട ഗാനമേള തുടങ്ങിയത് 7:30 കഴിഞ്ഞിട്ടാണ് കേട്ടോ. മഴ കാരണമാണ്. വിസ്മയത്തിൽ മുഴുകി ലോകരംഗ വിസ്മരിയിൽ തുടരും ലോകവിന്ദ മഹിമതാകേ യേശുനാഥൻ. മഴ കുറച്ചൊന്ന് കൂടിയ കാരണം അവർ ടാർപ്പായ ഇടുകയാണ് കേട്ടോ. അവരുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിൽ ടാർപ്പായ ഇടുകയാണ്. അപ്പോൾ ആദ്യം ടാർപ്പായ അങ്ങനെ പിടിച്ചുകൊണ്ടാണ് കേട്ടോ അവർ ഒരു പാട്ട് പാടിയത്. ആയിരം പൂവിടും സ്വപ്നമോ ആതിരാത്താരമോ ആവണി തിങ്കളോ ആരു നീ മോഹിനി ആരു നീ മോഹിനി. ഞങ്ങളൊക്കെ
മക്കളൊക്കെ മഴ കൂടിയ കാരണം സീറ്റിൽ നിന്ന് എണീറ്റിട്ട് പള്ളിയിലെ വരാന്തയിൽ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഗാനമേള നിർത്തി വെക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉള്ളിൽ കീബോർഡിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് കീബോർഡ് വർക്ക് ചെയ്യാണ്ടായി. അപ്പോൾ അവർ അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കീബോർഡൊക്കെ നന്നാക്കി വീണ്ടും ഗാനമേള തുടർന്നു കേട്ടോ. ഇത് ലാസ്റ്റത്തെ സോങ്ങാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് എണീറ്റതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പെരുന്നാൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ.